കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത് വാക്യം. യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും, ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ദയാക്കുകയുമില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തകത്തിനകത്ത് ഉപവാസം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വിശദീകരിച്ച് നൽകിയ അല്ലെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞൊരു പുസ്തകമാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകം. ഇസ്രായേൽ ജനത്തിന്റെ അധപ്പതനം, ആത്മീയ, സാംസ്കാരിക, സാമ്പത്തിക തലങ്ങൾ നേരിട്ട അധപ്പതനം, അതിൽ നിന്ന് ഇസ്രായേൽ ജനം മടങ്ങി വരുന്നതിന് വേണ്ടി ദൈവം ഇസ്രായേലിനോട് പറഞ്ഞൊരു വാചകമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവമക്കളെ, ഏതൊരു വിഷയത്തിനകത്തും നമുക്ക് പരിഹാരം വെളിപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കുക എന്നുള്ളത്. അതിനേക്കാൾ കവിഞ്ഞ് വേറൊരു പ്രവൃത്തിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം തിരുവചനം ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും വളരെ കൃത്യമായ ശക്തിയുണ്ട് എന്ന് തിരുവചനം നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ആരൊക്കെ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കരവും കൃപയും വെളിപ്പെട്ടു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്രായേൽ ജനം യോവേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ വെട്ടിക്കിളി, തുള്ളൻ, പച്ചപ്പുഴു, സ്തോത്രം ഇവ തിന്നുകളഞ്ഞ മേഖലകൾ, അത് നശിപ്പിച്ചു കളഞ്ഞ മണ്ഡലങ്ങൾ, അതിനകത്ത് നിന്ന് ഇസ്രായേൽ ജനത്തോട് യോവേൽ പ്രവാചകൻ പറയുകയാണ്, ഇനിയെങ്കിലും നിങ്ങൾ കരച്ചിലോടും ഉപവാസത്തോടും ഹൃദയനുറുക്കത്തോടും കൂടി എൻ്റെ സന്നിധിയിലേക്ക് തിരികെ വരുവീനെന്ന് പറഞ്ഞ ഒരു വാചകത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. ഏതൊക്കെ വിഷയത്തിൽ നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, അതിന്മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച്, ഈ ജനം യോവേൽ പ്രവാചകന്റെ ഈ വാക്ക് കേട്ടിട്ട് അവർ ഉപവസിപ്പാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ദൈവം വരുത്തുമെന്ന് പറഞ്ഞ ആ പ്രതിസന്ധിയെ അല്ലെങ്കിൽ ആ ന്യായവതിയെ ഉപവാസത്തിന്റെ മുമ്പിൽ ദൈവം മാറ്റി, ദൈവം ഒരു വർധനവ് ദൈവം കൊടുപ്പാൻ തക്കവണ്ണം ഇടവന്നു. അതാണ് മറുപടി കൊടുക്കാൻ. ഉപവാസത്തിനുള്ള മറുപടിയാണ് നമ്മൾ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:19 നമ്മൾ വായിക്കുന്നത്. യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നു, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും, ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ദയാക്കുകയുമില്ല. ഉപവസിച്ചാൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ നിന്ദകളെ ദൈവം മാറ്റുവാൻ തക്കവണ്ണം ഇടവരും. നീ അനുഭവിക്കുന്ന നിന്ദകൾ വലുതല്ലേ? ജീവിതത്തിൽ സ്തോത്രമല്ല, ഇന്നേ വരെ നമ്മൾ കയറിപ്പോകാത്ത തരത്തിലുള്ള നിന്ദകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഒരുപക്ഷെ അന്ന് നമുക്ക് വേണ്ടി പറയുവാനാണില്ല, നമുക്ക് വേണ്ടി സംസാരിപ്പാനാണില്ല. അല്ല, സ്തോത്രം മെഴുകുതിരി ഉരുകുന്നത് പോലെ മാനുഷിക തലങ്ങളുടെ മുൻപിൽ ഉരുകിത്തീർന്ന ദിവസങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മുമ്പിലില്ലേ? പക്ഷേ ഒരു കാര്യം ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മുൻപിൽ കൈമാറുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ നിന്റെ തലയിൽ നിന്ന് മാറുന്ന ഒരു ദിവസം ഉണ്ട്. അത് ഉറപ്പായി നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയായി. ഇന്നലകൾ നിന്നെ നിന്ദിച്ചവർ, ഇന്നലകൾ നിന്നെ പഴിച്ചവർ, ഇന്നലകൾ നിന്നെ ദുഷിച്ചവർ, അത് സ്തോത്രം ഹല്ലേലൂയ, നിന്നെ കുറിച്ച് അത് നല്ലത് പറയുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ തലമേലുള്ള നിന്ദകളെ അവിടുന്ന് ഞങ്ങളുടെ മുൻപിൽ നിന്ന് മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സന്ദേശം കേൾക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിനകത്ത് നിന്ദകൾ ഭാരമായിട്ട് നിൽക്കപ്പെടുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തിന്റെ ക്രിയ വെളിപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടെ അത്ഭുതങ്ങളെ ചെയ്താട്ട് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.